എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശ്രാദ്ധത്തോട് അനുബന്ധിച്ച് നാളെയാണ് ശ്രാദ്ധം. ശ്രാദ്ധ ദിനമായിട്ട് കേരളീയർ പ്രത്യേകിച്ച് ആചരിക്കുന്ന ദിവസം നാളെയാണ്. അതിനോടനുബന്ധിച്ച് നാളെ താന്ത്രിക വൈദിക വിധിപ്രകാരമുള്ള ശ്രാദ്ധം നടക്കുന്നുണ്ട്. 6 മണിക്ക് അല്ലേ, രാവിലെ 6 മണിക്കാണ് ഈ ശ്രാദ്ധ ദിനാചരണം ഉള്ളത്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവരെല്ലാം ഗൂഗിൾ ലിങ്കിൽ കയറണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്ന് യോഗവിധി പ്രകാരമുള്ള ഒരു വിശേഷ ശ്രാദ്ധത്തെക്കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത്. കുറച്ച് സമയമേ ഉള്ളൂ, 3/4 മണിക്കൂർ മാത്രമേ ഉള്ളൂ. ഈ സമയപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഏറ്റവും പ്രസക്തമായ ചില കാര്യങ്ങൾ മാത്രം പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ശ്രദ്ധയാ ക്രിയതേ യത്തത് ശ്രാദ്ധം എന്നാണ് നിർവചനം. ശ്രദ്ധയാ ക്രിയതേ യത്തത് ശ്രാദ്ധം ഒരു നിർവചനം. രണ്ടാമത്തെ നിർവചനം ശ്രദ്ധയാ ദീയതേ യസ്മാത് തത് ശ്രാദ്ധം. ശ്രദ്ധയാ ദീയതേ യസ്മാത് തത് ശ്രാദ്ധം. ഇങ്ങനെ 2 പ്രധാന നിർവചനങ്ങൾ ശ്രാദ്ധവുമായി ബന്ധപ്പെട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ശ്രദ്ധയാ ക്രിയതേ യത്തത് ശ്രാദ്ധം എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടെ ചെയ്യുന്നത് ആണ് ശ്രാദ്ധം. ശ്രദ്ധ, ശ്രാദ്ധം തമ്മിൽ പരസ്പര ബന്ധമുണ്ട്. ശ്രദ്ധയാ ദീയതേ യസ്മാത് തത് ശ്രാദ്ധം എന്ന മറ്റൊരു നിർവചനമുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ശ്രദ്ധയോടെ നൽകുന്നത് ഏതോ അത് ശ്രാദ്ധം. ഒന്ന് ശ്രദ്ധയോടെ ചെയ്യുന്നത്, 2 ശ്രദ്ധയോടെ നൽകുന്നത്. രണ്ടിലും പൊതുവായ ഒരു പദമുള്ളത് ശ്രദ്ധ എന്ന പദമാണ്. സനാതനധർമ്മത്തിൽ ശ്രദ്ധ എന്ന പദത്തിന് വളരെ വിശേഷപ്പെട്ട സ്ഥാനമുണ്ട്. എന്താണ് ശ്രദ്ധ എന്ന് പറഞ്ഞാൽ? ഏറ്റവും പ്രധാനമായി 3 അർത്ഥങ്ങളാണ് ശ്രദ്ധയെ സംബന്ധിച്ച് പറയാനുള്ളത്. ഒന്ന്, ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിനെപ്പറ്റി യഥാർത്ഥ ബോധമുണ്ടാവുക, അവബോധമുണ്ടാവുക, തത്വമറിയുക എന്നൊക്കെ പറയും. അർത്ഥമറിയുക. എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ അർത്ഥമറിഞ്ഞ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധ ഉണ്ടായി എന്ന് പറയുക. ഇതാണ് ഒരർത്ഥം. തത്വജ്ഞാനം, ഏത് കാര്യവും എന്താണ്, എന്തിനാണ്, എങ്ങനെയാണെന്നറിഞ്ഞ് ചെയ്യുമ്പോഴാണ് അർത്ഥമറിഞ്ഞ് ചെയ്യുക എന്ന് പറയുന്നത്. രണ്ടാമത്തെ അർത്ഥം നമുക്കെല്ലാം അറിയാം, ഏകാഗ്രത. ശ്രദ്ധിച്ച് ചെയ്യണം എന്നൊക്കെ പറയില്ലേ നമ്മൾ? ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൽ തന്നെ മുഴുകി ആസ്വദിച്ച് ലയിച്ച് ഇതാ ഈ നിമിഷം ഇപ്പോൾ എന്ന രീതിയിൽ ചെയ്യുമ്പോഴാണ് ശ്രദ്ധാഭാവം ഉണ്ടാവുക എന്ന് പറയുന്നത്. അങ്ങനെയാണ് ജീവിക്കേണ്ടത്. ഓരോ കാര്യം ചെയ്യുമ്പോഴും അവിടെ തന്നെ ആയിരിക്കണം നമ്മൾ. വെറും ഏകാഗ്രത മാത്രമല്ല, ജീവിതത്തിലുടനീളം പുലർത്തേണ്ട ഒരു ഭാവമാണ് ശ്രദ്ധാഭാവം. മൂന്നാമത്, ശ്രദ്ധ എന്ന പദത്തിൻ്റെ അർത്ഥം സമർപ്പണം എന്നാണ്. കമ്മിറ്റ്മെൻറ്റ്, ഡെഡിക്കേഷൻ, സെൽഫ് സറണ്ടർ എന്നൊക്കെ അർത്ഥമുണ്ട്. നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധയോടെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കമ്മിറ്റ്മെൻറ്റോടുകൂടി പ്രവർത്തിക്കണം. ഇതാണ് ശ്രദ്ധ എന്ന പദത്തിന്
സനാതനധർമ്മം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 അർത്ഥങ്ങൾ. ഒന്നെന്താണ്? തത്വമറിയുക, അർത്ഥമറിയുക, എന്ത്, എങ്ങനെ, എന്തിന് എന്ന് വ്യക്തമായി അറിയുക. 2, ഏകാഗ്രത. വെറുമൊരു ഏകാഗ്രത മാത്രമല്ല, ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൽ തന്നെ പൂർണ്ണമായി മുഴുകിയിരിക്കുന്ന ഏകാഗ്ര ചിത്തഭാവം ഉണ്ടാവുക. 3, കമ്മിറ്റ്മെൻറ്റ്, സമർപ്പണത്തോടുകൂടി ഒരു കാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധയുണ്ടാവനെന്ന് പറയും. അതാണ് സ്വാമി വിവേകാനന്ദനൊക്കെ ഇടയ്ക്ക് ശ്രദ്ധ എന്ന പദത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം എപ്പോഴും നച്ചികേതസിൻ്റെ ശ്രദ്ധ നിങ്ങൾക്ക് വരട്ടെ എന്നൊക്കെ പറയാറുണ്ട്. നച്ചികേതസ് ആരാണ്? കഠോപനിഷത്തിൽ മൃത്യുരഹസ്യം, മരണത്തിൻ്റെ രഹസ്യം അന്വേഷിക്കാനിറങ്ങിയ യഥാർത്ഥത്തിലുള്ള വിദ്യാർത്ഥി. യമദേവൻ, മൃത്യുവിൻ്റെ ദേവനായ യമദേവനുമായി പോലും സംഭാഷണം ചെയ്ത് മൃത്യു രഹസ്യം അറിയാൻ ശ്രമിച്ച ഒരു യഥാർത്ഥ വിദ്യാർത്ഥി, ജിജ്ഞാസു. എന്തെല്ലാം പ്രലോഭനങ്ങളും പ്രകോപനങ്ങളൊക്കെ നൽകിയിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ആ ജ്ഞാന തൃഷ്ണയിൽ നിന്ന്, ജ്ഞാനനിഷ്ഠയിൽ നിന്ന് അല്പം പോലും ഇളകിയില്ല. അതുകൊണ്ട് എപ്പോഴും സ്വാമി വിവേകാനന്ദൻ പറയാറുണ്ട്, നച്ചികേതസിൻ്റെ ശ്രദ്ധ നിങ്ങളിലേക്ക് ആവാഹിക്കപ്പെടട്ടെ. തുനിഞ്ഞിറങ്ങുക എന്നുള്ളതാണ് സമർപ്പണം എന്ന് പറഞ്ഞാൽ. ഒരു കാര്യത്തിന് വേണ്ടി അരയും തലയും മുറുക്കി ഇറങ്ങുക എന്ന് നമ്മൾ നാട്ടുഭാഷയിൽ പറയും. തുനിഞ്ഞിറങ്ങുക. ഈ ശ്രദ്ധയുള്ളവൻ എല്ലാം ലഭിക്കും. ശ്രദ്ധാവാൻ ലഭതേ വീര്യം, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധാവാൻ എന്തു ലഭിക്കും? ശ്രദ്ധയുള്ളവൻ എന്തു ലഭിക്കും? ഇപ്പം 3 അർത്ഥങ്ങളാണ് ശ്രദ്ധയുമായി ബന്ധപ്പെട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ശ്രദ്ധയോടെ ചെയ്യുന്നതാണ് ശ്രാദ്ധം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ശ്രദ്ധാഭാവത്തോടുകൂടി നൽകുന്നതാണ് ശ്രാദ്ധം. അപ്പം അർത്ഥം മനസ്സിലായല്ലോ. ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥമറിഞ്ഞ് അതിൽ തന്നെ ഏകാഗ്രഭാവം കൊണ്ട് സമർപ്പണഭാവത്തിൽ ചെയ്യുമ്പോഴാണ് ശ്രദ്ധയാവുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ശ്രാദ്ധം എന്ന വിശേഷ സാധനാ പദ്ധതി പഠിക്കുമ്പോൾ ഇതെന്താണ്, എന്തിനാണ്, എങ്ങനെയാണെന്നറിയണം. വേണ്ടേ? ശ്രദ്ധയുടെ ആദ്യ അർത്ഥം എന്താ? ഇതിൻ്റെ തത്വജ്ഞാനമുണ്ടാവുക. അതെന്താണ്, എന്തിനാണ്, എങ്ങനെയാണെന്ന് അറിയുക എന്നുള്ളതാണ്. എന്താണ് ശ്രാദ്ധം? നമുക്ക് അതിനു മുമ്പ് സനാതനധർമ്മത്തിൽ ശ്രാദ്ധത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണം. നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സനാതനധർമ്മം എന്താണെന്നതിനെക്കുറിച്ച് കുറച്ച് മോഡ്യൂൾസായിട്ട് കുറച്ച് ഭാഗങ്ങളായി പഠിപ്പിക്കുന്നുണ്ട്. സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രീപരമേശ്വരൻ തന്നെ ലോകനന്മയ്ക്കായി ആശഗുരു പരമ്പരകളിലൂടെ മാനവരാശിക്ക് നൽകിയ ദിവ്യശാസ്ത്രമാണ്. അതിനോട് 5 കടമകളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. പഞ്ചമഹാകർത്തവ്യങ്ങൾ എന്ന 5 കടമകളുണ്ട്. എങ്കിൽ മാത്രമേ ഈ മഹാശാസ്ത്രത്തിൻ്റെ പ്രയോജനം നമുക്കും ലോകത്തിനും എന്നേക്കുമായി നിലനിൽക്കൂ. ഏത് വിജ്ഞാനങ്ങളെ സംബന്ധിച്ചും അതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് പഠിക്കുക, ആചരിക്കുക, പ്രചരിപ്പിക്കുക, പഠിപ്പിക്കുക, സംരക്ഷിക്കുക. ഇത് തന്നെയാണ് പഞ്ചമഹാകർത്തവ്യങ്ങളെന്ന് പറയുന്നത്. ഈശ്വരൻ മാനവരാശിയുടെ എല്ലാവിധത്തിലുള്ള നന്മയ്ക്കായി മനുഷ്യന് നൽകിയിട്ടുള്ള ഈ മഹാശാസ്ത്രം ശരിയായ രീതിയിൽ പഠിക്കുക, അധ്യയനം, അതിൻ്റെ തത്വങ്ങൾ, അഭ്യാസങ്ങൾ, നിയമങ്ങൾ എന്നിവ നന്നായി മനസ്സിലാക്കി അത് ദിനചര്യയുടെ ഭാഗമാക്കുക, അനുഷ്ഠാനം. 2ാമത്തെ കർത്തവ്യം. 3ാമത് ഇതിൻ്റെ മഹിമ എല്ലായിടത്തേക്കും എത്തിക്കുക. നമുക്ക് മാത്രം പ്രയോജനം ഉണ്ടായാൽ പോരാ,
തെറ്റിദ്ധാരണകൾ, കുപ്രചരണങ്ങൾ, ദുഷ്പ്രചരണങ്ങൾ, സംശയങ്ങൾ, ചോദ്യങ്ങൾ എന്നിവയ്ക്കെല്ലാം ശരിയായ മറുപടി നൽകിക്കൊണ്ട് ശാസ്ത്രസമ്മതമായ, യുക്തിയുക്തമായ, അനുഭവസിദ്ധമായ, പ്രമാണബദ്ധമായ, ഉചിതമായ മറുപടി നൽകിക്കൊണ്ട്, ഉത്തരങ്ങൾ നൽകിക്കൊണ്ട് എല്ലായിടത്തും എത്തിക്കുക. അതിന് പ്രചാരണം എന്ന് പറയും. അതുപോലെ ഒരു കോഴ്സ് സിലബസിൻ്റെ രീതിയിൽ പഠിപ്പിക്കുക. A to Z രീതിയിൽ ചെറിയത് തുടങ്ങി പദപരിചയം തുടങ്ങി പതുക്കെ പതുക്കെ സമ്പൂർണവും സമഗ്രവുമായ രീതിയിൽ പഠിപ്പിക്കാനുള്ള കഴിവ് ലഭിക്കുക. അത് അധ്യയനം എന്ന് പറയും, അധ്യാപനം എന്ന് പറയും. അതിന് കഴിവില്ലെങ്കിൽ ഈ കോഴ്സുകൾ പ്രചരിപ്പിക്കുക. അപ്പോഴും അധ്യാപനത്തിൽ പരോക്ഷമായി സഹായിക്കാൻ കഴിയും. അഞ്ചാമത് സംരക്ഷണം. എന്താണ് സംരക്ഷണം എന്ന് പറഞ്ഞാൽ? ഈ ആദ്യം പറഞ്ഞ 4 കാര്യങ്ങളും സംരക്ഷണത്തിൽ വരും. അതിന് പുറമെ ധർമ്മം, സംസ്കൃതി, ജനത, വിജ്ഞാനങ്ങൾ, ലോകം, അടുത്ത തലമുറ ഇവയ്ക്കെതിരെയുള്ള വെല്ലുവിളികൾ, ഭീഷണികൾ ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അവയുടെ കാരണങ്ങൾ കൂടി മനസ്സിലാക്കി ഭീഷണികളെയും കാരണങ്ങളെയും കൂടി പൂർണ്ണമായി നിർമൂലനം ചെയ്ത് സമൂലം പരിഹരിച്ചു എന്ന് പറയും. എന്നിട്ട് എന്നേക്കുമായി ഇത് നിലനിർത്താൻ ഒരു വ്യവസ്ഥ ഉണ്ടാക്കുക. അതാണ് ധർമ്മ സംരക്ഷണം. ഇങ്ങനെയുള്ള പഞ്ചമഹാകർത്തവ്യങ്ങൾ ചെയ്താൽ മാത്രമേ ഈ മഹാജ്ഞാനത്തിൻ്റെ പ്രയോജനം നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും എത്തുകയുള്ളൂ. അല്ലെങ്കിൽ കിട്ടിയവർക്ക് മാത്രം ഇരിക്കും. എല്ലായിടത്തും ഇത് എത്തിച്ച് കൃണ്ണന്തോ വിശ്വമാര്യം എന്ന ഈശ്വരൻ്റെ ആഹ്വാനം നിറവേറ്റുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. നമ്മളതൊക്കെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പം പഞ്ചമഹാകർത്തവ്യങ്ങൾ എന്താണെന്ന് മനസ്സിലായല്ലോ. അതിൽ രണ്ടാമത് പറഞ്ഞ അനുഷ്ഠാനം എന്ന ഭാഗവുമായി ബന്ധപ്പെട്ടാണ് ശ്രാദ്ധം വരുന്നത്. അനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ എന്താണ്? അനുഷ്ഠാനത്തെ ലളിതമായ രീതിയിൽ പറഞ്ഞാൽ പഞ്ചമഹായജ്ഞങ്ങളെന്ന് പറയാം. പഞ്ചമഹാകർത്തവ്യങ്ങൾ വേറെ, പഞ്ചമഹായജ്ഞങ്ങൾ വേറെ. അനുഷ്ഠാനം സനാതനധർമ്മത്തിലെ പഞ്ചമഹാകർത്തവ്യങ്ങളിലെ രണ്ടാമത്തെ അനുഷ്ഠാനത്തിൽ വരുന്ന ഒരു കാര്യമാണ് പഞ്ചമഹായജ്ഞാനുഷ്ഠാനം എന്ന് പറയും. എന്താണ് പഞ്ചമഹായജ്ഞം എന്ന് പറഞ്ഞാൽ? നമുക്ക് 5 മഹാശക്തികളോട് കടപ്പാടുണ്ട്. നമ്മൾ വെറുതെ ഇങ്ങനെ നൂലിൽ നിന്ന് കെട്ടിയിറങ്ങി വന്നവരല്ല. നമ്മൾ എന്തായിരിക്കുന്നുവോ, നമ്മുടെ സൗഭാഗ്യങ്ങൾക്ക്, നമ്മളാക്കുന്ന പല ഘടകങ്ങൾക്ക് 5 മഹാശക്തികളുമായിട്ട് ബന്ധമുണ്ട്. അതെന്താണെന്ന് തിരിച്ചറിഞ്ഞ്, പഞ്ചമഹാശക്തികൾ എന്താണെന്ന് തിരിച്ചറിയുക, അവരുള്ള ഋണം, കടപ്പാട്, കടമ, കർത്തവ്യം എന്താണെന്ന് മനസ്സിലാക്കുക. അത് ശരിയായ രീതിയിൽ യജ്ഞമനോഭാവത്തോടെ ഒന്നും പ്രതീക്ഷിക്കാതെ ആ പ്രവൃത്തിയിൽ തന്നെ സന്തോഷം അനുഭവിച്ചുകൊണ്ട് ചെയ്യുക. അതാണ് പഞ്ചമഹായജ്ഞം എന്ന് പറയുന്നത്. പഞ്ചമഹാശക്തികൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. ഒന്ന് ശ്രീ പരമേശ്വരൻ, ഗുരുപരമ്പരകൾ, സനാതനധർമ്മം. അതിനാണ് ഈശ്വര ഋണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ദേവഋണം എന്നും ചില ആൾക്കാർ പറയും. കുറച്ചുകൂടി നല്ല പദം ഈശ്വര ഋണം എന്ന് പറയുന്നതാണ്. ഈശ്വര, ഗുരു, ധർമ്മം, ഈ 3 ഘടകങ്ങൾ അതിനകത്ത് വരും. രണ്ടാമത് ഋഷിഋണം അല്ലെങ്കിൽ ആർഷഋണം എന്ന് പറയും. മഹാത്മാക്കളോടുള്ള കടമാണ്. മഹാത്മാക്കൾ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നന്മയും അറിവും നൽകിയ മഹാത്മാക്കൾ, പുണ്യാത്മാക്കൾ. അറിവ് നൽകിയ ശാസ്ത്രജ്ഞന്മാർ, ഗവേഷകന്മാർ വരും. നന്മകൾ നൽകിയ പുണ്യാത്മാക്കളും വരും. അവർ നൽകിയ വിജ്ഞാനങ്ങളോടും അവർ ചൂണ്ടിക്കാട്ടിയ മൂല്യങ്ങളോടുമുള്ള, മാനവ മൂല്യങ്ങളോടുമുള്ള കടമ കൂടി വരും ഋഷിഋണത്തിൽ, ആർഷഋണത്തിൽ. അവതാരങ്ങൾ വരും, ഗവേഷകർ, ശാസ്ത്രജ്ഞന്മാർ, മതജാതി വർഗ ദേശ വ്യത്യാസമില്ലാതെ, കാലവ്യത്യാസമില്ലാതെ മനുഷ്യകുലത്തിന്, ലോകത്തിന് നന്മ ചെയ്തവരെല്ലാം ഇതിൽ വരും.
മൂന്നാമത്തെ ഋണം എന്ന് പറയുന്നത് മാതാവിനോടും പിതാവിനോടും വംശത്തോടുമുള്ള ഋണമാണ്. അതിന് പിതൃഋണം എന്ന് പറയും. പിതൃ എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും വരും. അച്ഛനും അമ്മയും, അച്ഛൻ്റെ അച്ഛൻ, അച്ഛൻ്റെ അമ്മ, അമ്മയുടെ അമ്മ, അമ്മയുടെ അച്ഛൻ, ആ പരമ്പര. അവരോടും നമുക്ക് വലിയ ധർമ്മമുണ്ട്. നമ്മളെ ജനിപ്പിച്ചു എന്ന് മാത്രമേ ചെയ്തുള്ളൂ, യാതൊരുവിധ പ്രയോജനവും നമുക്ക് തന്നില്ലെങ്കിൽ പോലും അവരോട് നമുക്ക് കടമയുണ്ടെന്നാണ് സനാതനധർമ്മം പറയുന്നത്. ജനിപ്പിച്ചതിന് ശേഷം നമ്മളെ ഉപേക്ഷിച്ച് പോയെങ്കിൽ പോലും മൂന്നാമത്തെ യജ്ഞത്തിൽ മൂന്നാമത്തെ ഘടകം അവരാണ്. പഞ്ചമഹാശക്തികളിൽ മൂന്നാമത്തെ ഘടകം അവരാണ്. അവരറിഞ്ഞോ അറിയാതെയാണെങ്കിൽ പോലും നമ്മുടെ ജന്മത്തിന് കാരണമായി. ഇനി അവർ നമുക്ക് കുറച്ചുകൂടെ സേവനങ്ങളും അറിവൊക്കെ നൽകിയിട്ടുണ്ടെങ്കിലോ, മൂന്നാം ഇതിലും വരും, രണ്ടിലും വരും. ഇനി അവർ നമുക്ക് ആധ്യാത്മിക ജ്ഞാനം കൂടി പകർന്നു നൽകിയിട്ടുണ്ടെങ്കിലോ, മൂന്നിലും വരും, രണ്ടിലും വരും, ഒന്നിലും വരും. അപ്പം അവരുടെ സ്ഥാനം മൂന്നാമതായി ചുരുക്കിയെന്ന് വിചാരിക്കരുത്. അത്രയ്ക്ക് വിശേഷപ്പെട്ട സ്ഥാനമാണ് മാതാപിതാക്കൾക്ക് സനാതനധർമ്മം കൊടുത്തിട്ടുള്ളത്. ഒന്നും തന്നിട്ടില്ലെങ്കിൽ പോലും മൂന്നാമത്തെ ഘടകമുണ്ട്. അവർ മറ്റ് കാര്യങ്ങൾ തരുന്നതനുസരിച്ച് രണ്ടാം ഘടകമുണ്ട്, ഒന്നാം ഘടകമുണ്ട്. അപ്പം മൂന്നിലും കൂടെ സ്ഥാനം വരുന്ന കാര്യം, ഒന്നിലും രണ്ടിലും മൂന്നിലും സ്ഥാനം വരുന്ന ഒരു ബന്ധമാണ് മാതാപിതാക്കന്മാരോടുള്ളത്. അതാണ് സനാതനം പറയുന്നത്. നാലാമത്തെ ഋണം എന്താണ്? നരഋണം, മനുഷ്യവർഗത്തോടുള്ള ഋണം. ഒന്ന് നമ്മളോട് തന്നെയുള്ള ഋണം വരും. വ്യക്തിധർമ്മം എന്ന് പറയും. മനുഷ്യൻ്റെ വില നമ്മൾ നേരത്തെ പഠിച്ചു. സനാതനധർമ്മം എത്രത്തോളം മനുഷ്യന് പ്രാധാന്യം കൊടുക്കുന്നു. അപ്പം നമ്മളോട് തന്നെ ഒരു ഋണമുണ്ട്, മനുഷ്യനോട് തന്നെ. അത് ചെയ്യുമ്പോഴാണ് വ്യക്തിധർമ്മം എന്ന് പറയുന്നത്. നമ്മൾ ഒരുവൻ അവനവനോട് തന്നെ ചെയ്യുമ്പോൾ, ശരീരത്തോട്, പ്രാണനോട്, മനസ്സിനോട്, ബുദ്ധിയോടൊക്കെ ചെയ്യുമ്പോൾ നമ്മളോട് തന്നെ ചെയ്യുന്ന വ്യക്തിധർമ്മം. അതുപോലെ മറ്റു മനുഷ്യരോട് ചെയ്യുമ്പോൾ, സമാജത്തോട് ചെയ്യുമ്പോൾ, കുടുംബമാകാം, സമൂഹമാകാം, രാഷ്ട്രമാകാം, ലോകമാകാം, അതും നരഋണത്തിൽ തന്നെയാണ് വരിക. അത് ശരിയായിട്ട് ചെയ്യുമ്പോൾ നരയജ്ഞമായിട്ട് മാറും. അടുത്തത് ഭൂതഋണം. ഭൂതഋണം എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവജാലങ്ങൾ, മനുഷ്യന് താഴെയുള്ള ജീവജാലങ്ങൾ, പ്രകൃതി, പരിസ്ഥിതി എന്നിവയോടുള്ള ഋണം, കടം ആണ്. അത് ശരിയായി നിർവഹിക്കുമ്പോൾ ഭൂതയജ്ഞമായിട്ട് മാറും. അപ്പോൾ പഞ്ചമഹാശക്തികൾ എന്താണെന്ന് മനസ്സിലായി, പഞ്ചമഹാഋണങ്ങൾ മനസ്സിലായി, പഞ്ചമഹായജ്ഞങ്ങൾ മനസ്സിലായി. ഇത്രയെങ്കിലും മനസ്സിലാക്കാതെ ശ്രാദ്ധം ചെയ്യാനാവില്ല. കാരണം ശ്രാദ്ധത്തിന് നിർവചനം എന്താണ്? ശ്രദ്ധയോടെ ചെയ്യുന്നത്, ശ്രദ്ധയോടെ നൽകുന്നതെന്നല്ലേ. ശ്രദ്ധ ഇതെന്താണെന്ന് മനസ്സിലാക്കണ്ടേ? അതുകൊണ്ടാണ് ഇത്രയും പറയേണ്ടി വന്നത്. ധാരാളം പേര് പുതുതായിട്ട് വന്നവരുള്ളത് കൊണ്ടാണ് ഇത്രയും പറയേണ്ടി വന്നത്. ഇനി നമ്മൾ പഠിപ്പിക്കുന്ന ശ്രാദ്ധം എന്ന് പറയുന്നത് മൂന്നാമത്തെ യജ്ഞമായ പിതൃയജ്ഞത്തിൽ വരുന്നതാണ്. പിതൃയജ്ഞം എന്ന് പറഞ്ഞാൽ അച്ഛനോടും അമ്മയോടും അതുപോലെ ആ വംശത്തോടുമുള്ള ധർമ്മമാണ്. ആ ധർമ്മം ശരിയായി ചെയ്യുമ്പോഴാണ്, അച്ഛനോടും അമ്മയോടും ആ കുടുംബത്തോടുമുള്ള കർത്തവ്യങ്ങൾ ശരിയായ മനോഭാവത്തിൽ ചെയ്യുമ്പോഴാണ്, യജ്ഞ മനോഭാവത്തിൽ ചെയ്യുമ്പോഴാണ് പിതൃയജ്ഞമാവുക. അത് രണ്ട് തരത്തിൽ ചെയ്യാം. ഒന്നവർ ജീവിച്ചിരിക്കുമ്പോഴും ചെയ്യണം. കാരണം ഈ പഞ്ചമഹായജ്ഞങ്ങളെന്ന് പറയുന്നത് എല്ലാ ദിവസവും ചെയ്യേണ്ടതാണ്. എല്ലാ ദിവസവും ചെയ്യേണ്ട പ്രവൃത്തിയാണത്. അല്ലാതെ അവർ മരിക്കുമ്പോൾ ചെയ്യേണ്ടതല്ല. ചില ആൾക്കാർ പറയും, ഞാൻ പിതൃയജ്ഞം ഒന്നും ചെയ്ത് തുടങ്ങിയിട്ടില്ല, കാരണം അച്ഛനും ഇന്ന് മരിച്ചിട്ടില്ല. അങ്ങനെയല്ല. ജീവിച്ചിരിക്കുമ്പോൾ അവരോടുള്ള കടമകൾ ശരിയായി നിർവഹിക്കുന്നതാണ് ആദ്യത്തെ പിതൃയജ്ഞത്തിലെ ആദ്യത്തെ കാര്യം. അച്ഛനോട് അമ്മയോടുള്ള കടമകൾ, അവരെ സംരക്ഷിക്കുക, അവർക്ക് സൗഖ്യം നൽകുക, സമാധാനം നൽകുക, അവരുടെ ഇഷ്ടങ്ങൾ പരമാവധി നമുക്ക് സമാജത്തിന് വിരുദ്ധമാവാത്തത്, ധർമ്മത്തിന് വിരുദ്ധമാവാത്തത് പലതും സാധിച്ചു കൊടുക്കുക. അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നോക്കണം.
അതിനാണ് പുത്രധർമ്മം പുത്രീധർമ്മം എന്നൊക്കെ പറയും ജീവിച്ചിരിക്കുമ്പോൾ. അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മ, അച്ഛൻ്റെ അച്ഛൻ, അമ്മയുടെ അമ്മ, അമ്മയുടെ അച്ഛനൊക്കെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരോടുള്ള ധർമ്മവും പുത്രധർമ്മത്തിലും പുത്രീധർമ്മത്തിലും വരും. അതാണ് ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യാവുന്ന കാര്യം. ഇനി അവർ മരിച്ചു പോയാലും തീരാത്ത കർത്തവ്യബോധമാണ് നമുക്ക് വേണ്ടത്. മരണത്തിന് പോലും വേർപെടുത്താൻ കഴിയാത്ത സ്നേഹബന്ധങ്ങളെക്കുറിച്ച്, ഋണങ്ങളെക്കുറിച്ച്, കർത്തവ്യങ്ങളെക്കുറിച്ച് നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒരു മഹത്തായ, ലോകത്തിൽ ഇതുവരെ ആർക്കും അനുകരിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള മഹത്തായ സങ്കല്പമാണിതിലുള്ളത്. മരിച്ചാൽ തീരാത്തത്. നമുക്ക് ബോധം നഷ്ടപ്പെട്ട് നമ്മൾ മരണത്തിലേക്ക് പോകുന്നത് വരെയുള്ള ബന്ധം അവർ മരിച്ചാലും തീരില്ല. എല്ലാ ദിവസവും ചെയ്യാൻ കഴിയും. നമ്മളിവിടെ പഠിപ്പിക്കുന്ന യോഗവിധിയുള്ള ശ്രാദ്ധം, യോഗവിധി പ്രകാരമുള്ള ശ്രാദ്ധം എല്ലാ ദിവസവും സാധന ചെയ്ത് കഴിഞ്ഞ് ഒരു 2-3 മിനിറ്റെങ്കിലും മരിച്ച പിതൃക്കൾക്ക്, അത് അച്ഛനും അമ്മയും തന്നെ ആകണമെന്നില്ല, അച്ഛൻ്റെ അമ്മ, അച്ഛൻ്റെ അച്ഛൻ, അമ്മയുടെ അമ്മ, അമ്മയുടെ അച്ഛൻ, അത് മാത്രമല്ല നമ്മളെ സ്നേഹിച്ചവരുണ്ടെങ്കിൽ അവർക്കെല്ലാം ഇങ്ങനെ ചെയ്യാം. മരിച്ചുപോയ നമ്മുടെ സ്നേഹിതന്മാർക്ക്, നമ്മളെ സ്നേഹിച്ചവർക്ക് ഒക്കെ ചെയ്യാം. അധ്യാപകർക്ക്, എല്ലാവരെയും കൂടി ഒന്ന് മനസ്സിലോർത്താൽ മതി. ഇങ്ങനെയുള്ള നിത്യശ്രാദ്ധം നമ്മുടെ ദിനചര്യയുടെ ഭാഗമാക്കണം. നമ്മൾ സത്സംഗത്തിൽ എങ്ങനെയുണ്ട് അല്ലേ? സത്സംഗത്തിൽ ചെയ്യുമ്പോൾ ശുദ്ധീകരണ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ മരിച്ചുപോയ പിതൃക്കൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മളെ സ്നേഹിച്ചവർക്ക് വേണ്ടി, നമുക്ക് ആശ്രയമരുളിയവർക്ക് വേണ്ടി ഉള്ള പ്രാർത്ഥനയുണ്ട്. അവർക്ക് എല്ലാവിധ നന്മകളും ലഭിക്കണേ. നമ്മൾ ഈ ചെയ്യുന്ന സാധനയുടെ, തപശക്തിയുടെ പ്രഭാവം കൊണ്ട് അവർക്ക് എല്ലാ നന്മകളും ലഭിക്കണമേ. അവരെവിടെയാണെങ്കിലും, ഏത് ലോകത്താണെങ്കിലും, ഏതവസ്ഥയിലാണെങ്കിലും അവർക്ക് എല്ലാ നന്മകളും ഉണ്ടാകണേ, അവർക്ക് സദ്ഗതി ഉണ്ടാകണമെന്നുള്ള പ്രാർത്ഥനയും ശക്തിപ്രസരണവും മന്ത്രപ്രസരണവും സ്നേഹപ്രസരണവും ഒക്കെ സാധിക്കുന്ന ഒരു വിധിയാണ് യോഗവിധി പ്രകാരമുള്ളത്. അത് എല്ലാ ദിവസവും നിത്യശ്രാദ്ധത്തിൻ്റെ ഭാഗമായിട്ട്, പിതൃയജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യാൻ കഴിയും. എല്ലാ ദിവസവും ചെയ്യേണ്ടതാണ്. അത് സാമാന്യ ശ്രാദ്ധമെന്നും നിത്യശ്രാദ്ധമെന്നൊക്കെ വിളിക്കപ്പെടും. 2-3 മിനിറ്റ് മതി. നമ്മളവരെ എന്നും ഓർമ്മിക്കുന്നു, നന്ദിയോടെ സ്മരിക്കുന്നു, സ്നേഹത്തോടെ അവരെ സ്മരിക്കുന്നു. അതിന് തന്നെ ഒരു ഗുരുത്വമുണ്ട്. അതെല്ലാ ദിവസവും ഉണ്ട്. ആർഷവിദ്യാസമാജത്തിൻ്റെ ഫുൾ ടൈം പ്രവർത്തകർ അത് ജീവിതവ്രതമാക്കിയവരാണ്. ഞാനൊക്കെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്നേഹിച്ച, എനിക്ക് തുണയേകിയ, അല്ലെങ്കിൽ സംരക്ഷണം, എനിക്ക് പലതരത്തിൽ എന്നെ സഹായിച്ചവർ ലിസ്റ്റ്, മരിച്ചുപോയ ലിസ്റ്റ്. ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ നിർബന്ധമായും ഞാൻ അവരെന്തെങ്കിലും എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യും, ഓർത്ത് ചെയ്യും. മരിച്ചുപോയാലും നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ചിലപ്പോൾ ഇതിനേക്കാൾ നന്നായിട്ട് ചെയ്യാൻ കഴിയും. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ കഴിയും. അതിത് പഠിക്കുമ്പോൾ മനസ്സിലാവും. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒരാൾ സ്നേഹത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കൈവിടാത്ത ബന്ധമാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. വെറുതെ ഒന്ന് ഓടിച്ച് ബ്ലസ് ചെയ്ത് പോയാൽ മതി. സാധന ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ ബ്ലസ് ചെയ്ത് പോകുമ്പോൾ നല്ല ഒരു അനുഗ്രഹം അവർക്ക് ലഭിക്കും. ഈശ്വരൻ അനുഗ്രഹം ലഭിക്കും. അത് നമ്മൾ എല്ലാ ദിവസവും സാധന ചെയ്ത് കഴിഞ്ഞ് ഒരു ജീവിതവ്രതമാക്കണം ആദ്യം. ഇത് നിത്യശ്രാദ്ധത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിന് പുറമെ നമ്മൾ വിശേഷ ശ്രാദ്ധമുണ്ട്. വിശേഷ ദിവസങ്ങളിൽ ചെയ്യുന്ന ശ്രാദ്ധം. അത് മരിച്ചവരുടെ വർഷം തോറുമാണ് സാധാരണ ചെയ്യാറുള്ളത്. മരിച്ച ദിവസം തിഥിയോ നക്ഷത്രമോ നോക്കി ചെയ്യാം.
അല്ലെങ്കിൽ ഏതെങ്കിലും അമാവാസി ദിവസം, അമാവാസി പിതൃക്കളുടെ ദിവസം പോലെ പറയുന്നുണ്ട്. ഏത് ദിവസവും ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. പക്ഷേ പരമ്പരാഗതമായിട്ട് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും അമാവാസി ദിവസം ചെയ്യാം, ഏത് ദിവസവും ചെയ്യാം. ഇനി കർക്കിടകത്തിലെ കർത്തവാവ് ദിവസം അങ്ങനെ ചെയ്യുന്നൊരു പാരമ്പര്യം പണ്ടേ മുതൽ കേരളത്തിലുണ്ട്. ഇപ്പം ജനിച്ച തിഥി നോക്കി ചെയ്യാം, അതുപോലെ തന്നെ നക്ഷത്രം നോക്കി ചെയ്യാം, അമാവാസി ദിവസം ചെയ്യാം. കർക്കിടകത്തിലെ കർത്തവാവ് ദിവസത്തിന് പ്രാധാന്യം പല ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്. കർക്കിടകത്തിലെ കർത്തവാവ് ദിവസം ചെയ്യുന്നതിൻ്റെ മഹത്വം പറയുന്നുണ്ട്. പിന്നെ ശിവരാത്രി ദിവസം ചെയ്യാം. ശിവരാത്രി ദിവസത്തിൻ്റെ പ്രത്യേകത, ശ്രീ പരമേശ്വരൻ പ്രത്യക്ഷനായി ഈ ലോകത്ത് ജ്ഞാനം നൽകിയ ദിവസമാണ്. അതാണ് അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് സനാതനധർമ്മം നൽകിയ ദിവസം എന്ന് പറയാം. അപ്പോൾ അന്ന് പഞ്ചമഹായജ്ഞങ്ങളെല്ലാം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പിതൃയജ്ഞം വിശേഷ രീതിയിലും ചെയ്യാം. അപ്പം അങ്ങനെ പല സമ്പ്രദായങ്ങൾ നിലവിലുണ്ട്. അപ്പോൾ ഇതാണ് സാമാന്യമായി എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പം നമ്മൾ എന്തെല്ലാം പഠിച്ചു? ഒന്ന്, ശ്രാദ്ധം എന്ത്, ശ്രദ്ധയോടെ ചെയ്യുന്നത്, ശ്രദ്ധയോടെ നൽകുന്നത്. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന്, അതിനെക്കുറിച്ച് ശരിയായി അറിയുക. രണ്ട്, അതിൽ തന്നെ മുഴുകി ഏകാഗ്രതയോടെ വർത്തിക്കുക. മൂന്ന്, അത് ചെയ്യുന്ന പ്രവൃത്തിയിൽ പൂർണ്ണമായി സമർപ്പിക്കുക. ഇങ്ങനെ നൽകുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ എന്തിനെ എങ്ങനെയെന്നറിയാതെ അർത്ഥമറിയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. അപ്പം നമ്മുടെ പ്രിയപ്പെട്ടവർ ആർക്ക് വേണ്ടിയും ഇത് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം. എല്ലാ ദിവസവും ചെയ്യുക. ഇതിൻ്റെ രീതി പറയാം. യോഗവിധി പ്രകാരം ചെയ്യുന്നതിന് യാതൊരുവിധ പൂജാദ്രവ്യങ്ങൾ ആവശ്യമില്ല. മനസ്സിൻ്റെ സങ്കല്പം മാത്രം മതി. ഇതൊരു മാനസിക രീതി ചെയ്യുന്ന ശ്രാദ്ധമാണ്. അർത്ഥമറിഞ്ഞ് ശരിയായ രീതിയിൽ ചെയ്താൽ ഇതാണ് കൂടുതൽ ഫലമുണ്ടാവുക. കാരണം അതിന് പൂജാദ്രവ്യങ്ങളെക്കാൾ കൂടുതൽ മനസ്സിൻ്റെ ഏകാഗ്രത, സ്നേഹം, ഈശ്വരനുമായി തന്മയീഭവിച്ച അവസ്ഥ എന്നിവയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. നമ്മൾ ഇതിനു വേണ്ടി ചെയ്യേണ്ടത് ഈശ്വരനുമായി ഒരു ഐക്യഭാവം ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈശ്വരനുണ്ട് എന്നെല്ലാവർക്കും അറിയാം. സർവന്തര്യാമി സിദ്ധാന്തം. നമ്മൾ ഈശ്വരൻ തന്നെയാണ് അടിസ്ഥാനപരമായി എന്ന് അദ്വൈത ദർശനവും അഭേദ ദർശനവും പറയുന്നു. എല്ലാവർക്കും അറിയാം. അത് നമ്മൾ അനുഭവിക്കാതിരിക്കാൻ അതിൻ്റേതായ കാരണങ്ങളുണ്ട്. ഏതായാലും സാധന അല്ലെങ്കിൽ ഉപാസന എന്ന് പറഞ്ഞാൽ ഈ ശക്തിയുമായി, ഈ ചൈതന്യവുമായി, ഈശ്വരൻ്റെ ബോധവുമായി ഐക്യപ്പെടുന്ന, തിരിച്ചറിയുന്ന ഒരു പ്രക്രിയയാണ്. അങ്ങനെ സാധന ചെയ്ത അനുഭവം ഉണ്ടാക്കിയതിന് ശേഷമാണ് യോഗവിധി പ്രകാരമുള്ള ശ്രാദ്ധം ചെയ്യേണ്ടത്. അപ്പോൾ വളരെ പെട്ടെന്ന് അതിലേക്ക് എത്തും. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ചെയ്യുന്ന കർമ്മങ്ങളെക്കാൾ കൂടുതൽ എത്തും നമ്മളിങ്ങനെ ചെയ്താൽ. ഇത് മാത്രമല്ല, നമ്മൾ തന്നെ ചെയ്യുമ്പോഴാണ് അവർക്ക് കുറച്ച് ഒരു പ്രയോജനമുണ്ടാവുക. നമ്മൾ തന്നെ ചെയ്യുമ്പോൾ അതിൻ്റേതായൊരു പ്രാധാന്യമുണ്ട്. വേറെ ഒരാൾ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോഴല്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ യോഗവിധി പ്രകാരം ചിത്തശുദ്ധി, ഏകാഗ്രത, ഈശ്വരൻ്റെ അനുഭവങ്ങൾ, ഈശ്വരൻ്റെ ആ സാധന ചെയ്ത് കഴിഞ്ഞ് മനസ്സ് പൂർണ്ണമായി നിശബ്ദഭാവത്തിലായിരിക്കുന്ന സമയത്ത് ഈശ്വരീയ ഗുണങ്ങളും ശക്തികളും ചൈതന്യവും ബോധവുമെല്ലാം അനുഭവിക്കുന്ന അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് ഇത് ചെയ്താൽ അത്ഭുതകരമായ പ്രഭാവം ഉണ്ടാക്കുവാൻ കഴിയും. ആദ്യം നമ്മൾ സാധന പഠിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഈ സത്സംഗത്തിൽ സാധന പഠിപ്പിക്കുന്നുണ്ട്, നേരിട്ടും പഠിപ്പിക്കുന്നുണ്ട്. ഏതെങ്കിലും സാധന അറിയാവുന്നവർ അത് ചെയ്യുക. എന്നിട്ട് ഈ രീതിയിൽ പ്രാർത്ഥിക്കുക, ബ്ലസ് ചെയ്യുക. അതിലൊന്നാമത് ചെയ്യേണ്ടത് ആദ്യം ചെറിയ ലഘുവ്യായാമങ്ങൾ, സഹജ വ്യായാമങ്ങളെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് ഒരു സാധനയ്ക്ക് മുമ്പ് പറയാനുള്ളത്. ഒരു 3-4 മിനിറ്റ്
കുറച്ച് നേരം ഇരിക്കാൻ പോവുകയല്ലേ, അതിന് മുമ്പുള്ള ചെറിയ നട്ടെല്ലിൻ്റെയും കൈകളുടെയും കാലുകളുടെയൊക്കെ ചെറിയ ചലനങ്ങൾ ചെയ്യുക. അത് സാധനയ്ക്ക് മുമ്പും അതിന് ശേഷവും വേണം. അത് കഴിഞ്ഞ് ഒരു പ്രത്യേക ആസനത്തിൽ ഇരിക്കുക. സുഖാസനത്തിലോ പത്മാസനത്തിലോ നമുക്ക് ധ്യാനാസനങ്ങളിൽ ഏതെങ്കിലും ഒന്നും ഇരിക്കുക. ആസനസ്ഥൈര്യം, സ്ഥിരവും സുഖവുമായിരിക്കുക. ഒന്ന് റിലാക്സ് ചെയ്യുക. കാല് മുതൽ തലവരെയുള്ള ഭാഗങ്ങളിൽ മനസ്സ് ചെന്ന് റിലാക്സ് ചെയ്യുക. നമ്മൾ നേരത്തെ പഠിച്ച ശവാസനം ശരിയായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് അവിടെ ഇങ്ങനെ സഞ്ചരിച്ച് വരുമ്പോഴേക്കും പൂർണ്ണ റിലാക്സ്ഡ് അവസ്ഥയിലാകും. നിവർന്നിരിക്കാൻ നോക്കുക. അതിനുശേഷം നമുക്കറിയാം വന്ദനം, ഈശ്വരനെ, ഈശ്വര പ്രതീകങ്ങളെ വന്ദിക്കുക. അത് മന്ത്രം ചൊല്ലി വന്ദിക്കാം. നമുക്കറിയാം ഈശ്വര പ്രതീകങ്ങളുടെ മന്ത്രം നമ്മൾ ചൊല്ലാറുണ്ട്, സന്ധ്യോപാസന ചൊല്ലാറുണ്ട്. അല്ലെങ്കിൽ പരമേശ്വരൻ്റെ മന്ത്രമായാലും കുഴപ്പമില്ല, ഒറ്റമന്ത്രമായാലും കുഴപ്പമില്ല. അങ്ങനെ മന്ത്രം ചൊല്ലുക. പിന്നെ വന്ദനം കഴിഞ്ഞിട്ട് വന്ദനം തന്നെ മൂലമന്ത്രങ്ങൾ ചൊല്ലി വന്ദിക്കാം, അല്ലാതെ വന്ദിക്കാം. പിന്നെ ലഘുപ്രാർത്ഥന. ലഘുപ്രാർത്ഥന എന്താണ്? ഈ പറയുന്ന ഈശ്വരൻ ഗുരുപരമ്പരകളോട് നൽകിയ ഈ വിശേഷ രീതിയിലുള്ള യോഗ ശ്രാദ്ധം, യോഗവിധി പ്രകാരമുള്ള ശ്രാദ്ധം ഞാൻ ചെയ്യാൻ പോകുന്നു, അതിനുള്ള അനുവാദം തരണമേ, വിജയത്തിനായുള്ള അനുഗ്രഹം തരണമേ എന്ന് പരമേശ്വരനോടും ഗുരുപരമ്പരകളോടും പ്രാർത്ഥിക്കുക. അതാണ് ലഘുപ്രാർത്ഥന എന്ന് പറയുന്നത്. അതിനുശേഷം വേണമെങ്കിൽ ഒരു ലഘുപൂജ മാനസ രീതിയിൽ ചെയ്യാം. ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. മാനസ പൂജ എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് പൂജിക്കുന്ന പോലെയാണ്. ഈശ്വരൻ നമ്മുടെ മുന്നിൽ വരുന്നതായിട്ട് വിചാരിക്കുക. ഈശ്വരൻ രൂപമൊന്നുമില്ല. രൂപമില്ലാത്ത ആളാണെങ്കിലും ഈശ്വരൻ നമ്മുടെ മുന്നിൽ ഏതെങ്കിലും രൂപം ധരിച്ചു വരാൻ ശക്തിയുണ്ടല്ലോ ഈശ്വരന്. അങ്ങനെ ഒരു പ്രത്യക്ഷ ഭാവത്തിൽ വരുന്നതായിട്ട് ഭാവന ചെയ്യുക. ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നു, അദ്ദേഹത്തിന് നമ്മൾ ദീപം അർപ്പിക്കുന്നു, സ്നേഹത്താൽ ഭക്തിയാൽ അർപ്പിക്കുന്നു, മന്ത്രം ജപിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്നേഹാർപ്പിച്ചുകൊണ്ട്. അതുപോലെ അദ്ദേഹത്തിന് കുങ്കുമമോ ഭസ്മമോ ചന്ദനമോ സ്നേഹത്തോടുകൂടി തൊടിക്കുന്നു. ദീപം കൊടുത്തു, കുങ്കുമം അല്ലെങ്കിൽ ഭസ്മം, കുങ്കുമം ഭസ്മം ചന്ദനം മൂന്നും ഇരിക്കട്ടെ, കൊടുക്കുന്നു. അദ്ദേഹം ഇത് സ്വീകരിക്കുന്നു, നമ്മൾ കൊടുക്കുന്നു, സ്വീകരിക്കുന്നു. ഭക്തിയോടുകൂടി ഒരു ചന്ദനത്തിൽ കത്തിച്ച് വയ്ക്കുന്നു. ജലം കാലിൽ തർപ്പിക്കുന്നു, കാലിലേക്ക് ഒഴിക്കുന്നു. ഇതൊക്കെയായി ദീപമായി. പഞ്ചഭൂതങ്ങൾ അർപ്പിക്കലാണ് പൂജ. നമ്മുടെ ഈ ശരീരവും ഈ ലോകവും നിർമ്മിച്ചിരിക്കുന്ന പഞ്ചഭൂത തത്വങ്ങളെ ഈശ്വരൻ സമർപ്പിക്കലാണ് പൂജ എന്ന് പറയുന്നത്. അപ്പോൾ പൃഥ്വിതത്വം, നമ്മൾ ചന്ദനമൊക്കെ പൃഥ്വിതത്വത്തിലാണ് പെടുന്നത്, ചന്ദനം ഭസ്മമൊക്കെ. ജലതത്വം അർപ്പിച്ചു. അഗ്നിതത്വമാണ് ദീപം കാണിച്ചു, ദീപം നിലവിളക്ക് കൊളുത്തി. വായുതത്വമാണ് കർപ്പൂരമോ അല്ലെങ്കിൽ ചന്ദനത്തിരിയോ ദശാംഗമോ ഒക്കെ കത്തിക്കുന്നതായിട്ട് ഭാവന ചെയ്താൽ മതി. വായുതത്വം. ആകാശതത്വത്തിലാണ് പുഷ്പങ്ങൾ വെച്ചിരിക്കുന്നത്. പുഷ്പങ്ങൾ ഇങ്ങനെ അവിടെ ഇരുത്തി നമ്മളവിടെ ഇരുന്ന് ഇങ്ങനെ അർപ്പിക്കുന്നു. ഒരു മിനിറ്റ് പോലും വരില്ല. പക്ഷെ ഭക്തിയോടെ ചെയ്യണം. ഭക്തിയോടെ പരമാവധി വ്യക്തമായി കാണാൻ കഴിയുക, സ്നേഹം അനുഭവിക്കാൻ കഴിയുക, ആ വസ്തുക്കളെയും കാണുക. ശരിയായിട്ട് ചെയ്ത പൂക്കളുടെ മണം പോലും നിങ്ങളറിയും. അങ്ങോട്ട് അർപ്പിക്കുക. മാനസ പൂജ എന്ന് പറയും. വലിയ ശക്തമായ പ്രാക്ടീസാണത്. സാധാരണ പൂജയേക്കാൾ ശക്തിയുണ്ട് ഇതിന്, മാനസ പൂജയ്ക്ക്. കാരണം അതിൽ തന്നെ കാണണ്ടേ, അതിൽ തന്നെ ഉറപ്പിച്ചു നിർത്തണം മനസ്സ്. അങ്ങനെ മാനസ പൂജ ചെയ്യുക. ചെയ്തില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. മാനസ പൂജ ചെയ്യുക. എന്നിട്ട് സങ്കല്പം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, നിഷ്ഠ എന്ന് പറയും. ഒരു സാധനയ്ക്ക് മുമ്പ് വൈദിക താന്ത്രിക യോഗവിധി പ്രകാരമുള്ള ഒരു വിശേഷപ്പെട്ട സാധന ചെയ്യുന്നതിന് മുമ്പ് സങ്കല്പം എടുക്കുക എന്ന് പറയും. സങ്കല്പം എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ സങ്കല്പം അല്ല, സംസ്കൃതത്തിൽ സങ്കല്പം എന്ന് പറഞ്ഞാൽ ദൃഢനിശ്ചയം എന്നാണ്. നമ്മൾ ചെയ്യുന്ന കാര്യത്തെ നമ്മളുടെ ഉദ്ദേശവുമായി കൂട്ടിയിണക്കുന്നതാണ് സങ്കല്പം. കുറച്ച് വെള്ളം കയ്യിലെടുത്തതായിട്ട് ഭാവന ചെയ്യുക, പറയുക, നമ്മുടെ കുലം പറയുക. നമ്മളെല്ലാവരും, മനുഷ്യരെല്ലാവരും
സനാതനധർമ്മത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരേ കുലമാണ്. ഒരേ കുലം ഒരുപാട് ദൈവം എന്നാണ്. കശ്യപകുലത്തിൽപ്പെട്ട ഇന്നാരുടെയും മകനായ അല്ലെങ്കിൽ മകളായ ഞാൻ മരിച്ചുപോയ എല്ലാ പിതൃക്കൾക്കും, എൻ്റെ അറിവുള്ളതും അറിവില്ലാത്തതുമായ ജ്ഞാതവും അജ്ഞാതവുമായ എല്ലാ പിതൃക്കൾക്കും, എന്നെ സ്നേഹിച്ച മരിച്ചുപോയ എൻ്റെ എല്ലാ സ്നേഹിതന്മാർക്കും വേണ്ടപ്പെട്ടവർക്കുമായിട്ട് ഈ വിശേഷ യോഗവിധി പ്രകാരമുള്ള ശ്രാദ്ധം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ എല്ലാ വിജയമുണ്ടാവട്ടെ, അവർക്കെല്ലാം എൻ്റെ ഈ എളിയ തപസ് സ്വീകരിച്ച്, സാധന സ്വീകരിച്ച് അവർക്കെല്ലാവർക്കും സദ്ഗതി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അർപ്പിക്കുക. സദ്ഗതി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ശരിയായ പുരോഗതി. മോക്ഷം നമുക്ക് കൊടുക്കാൻ നമുക്ക് പറ്റില്ല, പക്ഷേ ശരിയായ പുരോഗതി, ശാന്തി, സമാധാനം, ഉയർന്ന ലോകത്തിലേക്കുള്ള ഗമനം, നല്ല ജന്മമെടുത്ത് സ്ഥൂല ലോകത്തിലേക്ക് വരൽ, ഇതെല്ലാം സദ്ഗതിയാണ്. എവിടെയാണെങ്കിലും അവരെ ഈശ്വരനും മഹാഗുരുക്കന്മാരും വഴികാട്ടുന്ന അവസ്ഥ. അതിനുവേണ്ടിയാണ് സദ്ഗതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് താഴത്തേക്ക് വെള്ളം ഒഴിക്കുന്നതായിട്ട് ഭാവന ചെയ്യുക. ഇനി അത് ഈ 2 സ്റ്റെപ്പുകളില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രാണായാമം പോലുള്ള സാധനങ്ങൾ ചെയ്യുക. ഏതെങ്കിലും പ്രാണായാമം ചെയ്യുക. സുഖപൂരക പ്രാണായാമമോ അനുലോമ വിലോമ പ്രാണായാമോ പൂരകരേചകമോ കപാലഭാതിയോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്യുക. ഇനി ക്രിയാപ്രാണായാമമൊക്കെ പഠിച്ചവർ കുറച്ച് കഴിഞ്ഞ് അത് ചെയ്യാം. റിലാക്സ് ആയിരിക്കുക. ആനന്ദധ്യാനം ഒരു സാധന ചെയ്ത് കഴിഞ്ഞാൽ അതിന് അനുഭവങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയ്ക്കാണ് ആനന്ദധ്യാനം എന്ന് പറയുക. അത് കഴിഞ്ഞ് ജപിക്കുക. ഒരു 5 മാല ആണ് സാധാരണ രാവിലെ, 5 മാല വൈകുന്നേരമാണ് നമ്മൾ മന്ത്രം ജപിക്കാറുള്ളത്. ഈ ദിവസം ഒരു 10 മാലയെങ്കിലും ജപിക്കുക. എന്നിട്ട് കുറച്ചു നേരം ശാന്തമായിരിക്കുക. ജപം എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ. പൂർണ്ണമായ ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാൻ. 6 കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ്. നമ്മൾ നേരത്തെ പഠിച്ചവർക്കറിയാം. അല്ലെ ഭക്തിയോടുകൂടി എങ്കിലും ജപിക്കാൻ നോക്കുക. അത് കഴിഞ്ഞ് നമുക്കറിയാവുന്ന കുറച്ചു നേരം ശാന്തമായിരുന്നതിന് ശേഷം നമുക്കറിയാവുന്ന എന്തെങ്കിലും ധ്യാനം ചെയ്യുക. ഈശ്വരൻ്റെ അനുഭവം ഉണ്ടാകുന്നവരെ ഉള്ള എന്തെങ്കിലും പ്രാക്ടീസുകൾ ചെയ്യുക. നമുക്ക് ചിലപ്പോൾ ഏതാണ് നല്ലതെന്ന് തോന്നിയാൽ അത് ചെയ്യാം. നമ്മളിവിടെ പല ധ്യാന സമ്പ്രദായങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഏതാണോ യോജിച്ചത്, നമുക്ക് ഏറ്റവും കൂടുതൽ അനുഭവം ഉണ്ടാകുന്ന ഏതാണോ അത് ചെയ്യാം. എന്നിട്ട് ആനന്ദധ്യാനം അനുഭവിക്കുക. പിന്നെ പ്രാർത്ഥിക്കുക. ആദ്യം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈശ്വര സാക്ഷാത്കാരം, ലോകത്തിന് മുഴുവൻ നന്മ, ഇത് രണ്ടുമാണ് ആധ്യാത്മിക പ്രാർത്ഥന. ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായച, അതാണ് ആധ്യാത്മിക പ്രാർത്ഥന. രണ്ടാമത് ശുദ്ധീകരണ പ്രാർത്ഥന, അവിടെയാണിത് വരുന്നത്. ശുദ്ധീകരണ പ്രാർത്ഥനയിൽ ആദ്യം നമ്മുടെ തന്നെ എന്തെങ്കിലും ഈ ജന്മത്തിലോ കഴിഞ്ഞ ജന്മങ്ങളിലോ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റുകളോ നിയമലംഘനങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശ്രീ പരമേശ്വര ഗുരുക്കന്മാരെ എല്ലാം പൊറുക്കണമേ എന്ന് മനമൊരുകി പ്രാർത്ഥിക്കുക. കാരണം ഒരു ചിത്തശുദ്ധി ഉണ്ടാകുമ്പോഴാണ് കർമ്മങ്ങളെല്ലാം വിജയിക്കുന്നത്. അത് നല്ല രീതിയിൽ ചെയ്യുക. ആത്മശുദ്ധീകരണ പ്രാർത്ഥന, പ്രായശ്ചിത്ത പ്രാർത്ഥന എന്ന് പറയും, ഋണമോചന പ്രാർത്ഥന എന്ന് പറയും. ഇത് കഴിഞ്ഞാണ് പിതൃയജ്ഞത്തിലെ ശ്രാദ്ധം ചെയ്യേണ്ടത്, മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ചെയ്യേണ്ടത്. നമുക്ക് ആദ്യം അവർക്ക് വേണ്ടി ശരിക്കും പ്രാർത്ഥിക്കാം. നമ്മളിപ്പോൾ സാധനയൊക്കെ ചെയ്ത് പ്രാർത്ഥനയുടെ മൂട് നിൽക്കുന്ന അവസ്ഥയായതുകൊണ്ട് ആദ്യം അവർക്ക് വേണ്ടി നല്ല രീതി പ്രാർത്ഥിക്കുക. നല്ല രീതി അവരെവിടെയാണെങ്കിലും, ഇനി ജനിച്ചെങ്കിൽ പോലും കുഴപ്പമില്ല, ഏതവസ്ഥയിലാണെങ്കിലും അവർക്ക് എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് മനമൊരുക്കി പ്രാർത്ഥിക്കുക. ഈശ്വര ഗുരുക്കന്മാർ അവരെ കൈകൾ പിടിച്ച് അനുഗ്രഹത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ മന്ത്രം വീണ്ടും നേരത്തെ നമ്മൾ ജപിച്ചെങ്കിൽ പോലും അവർക്ക് വേണ്ടി മന്ത്രം ജപിച്ചിട്ടില്ലല്ലോ. ഒരു മാലയെങ്കിലും ജപിച്ചവരെ മന്ത്രം കൊണ്ട് ബ്ലസ് ചെയ്യാം. അതിന് മന്ത്രപ്രേഷണം അല്ലെങ്കിൽ മന്ത്രപ്രസരണം എന്ന് പറയും. ആദ്യം പ്രാർത്ഥന, പിന്നെ മന്ത്രപ്രസരണം അല്ലെങ്കിൽ മന്ത്രപ്രേഷണം. നമ്മൾ ആദ്യം ചെയ്ത മന്ത്രം ജപം ഈശ്വരനുമായി കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയാണ്, അപ്പോഴൊന്നും പറയണ്ട.
പക്ഷെ പിതൃ യജ്ഞം ചെയ്യാൻ നേരത്ത് ഒരു മാലയെങ്കിലും മന്ത്രം ജപിച്ചിട്ട് നമുക്ക് കാണാവുന്ന എല്ലാ പിതൃക്കളെയും മനസ്സിൽ കണ്ടിട്ട് ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, എല്ലാ മന്ത്രത്തിൻ്റെ അനുഗ്രഹം എല്ലാവരിലും വീഴട്ടെ, ഈശ്വരൻ്റെ എല്ലാ ചൈതന്യം അവർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയല്ല, മന്ത്രം ജപിച്ചുകൊണ്ട് ചെയ്യുക. അതിന് മന്ത്രപ്രേഷണം, പ്രേഷണം എന്ന് പറഞ്ഞാൽ അയക്കൽ, പ്രേക്ഷണമല്ല. പ്രേക്ഷണം എന്ന് പറഞ്ഞാൽ കാണൽ ആണ്. പ്രേഷണം, പ്രേഷണം, മന്ത്രപ്രേഷണം അല്ലെങ്കിൽ മന്ത്രപ്രസരണം എന്നും പറയാം. മന്ത്രം എല്ലായിടത്തും വ്യാപിപ്പിക്കൽ, മന്ത്രപ്രേഷണം. പ്രാർത്ഥന ചെയ്തു, മന്ത്രപ്രേഷണം ചെയ്തു. പിന്നെ പ്രാണായാമവും ധ്യാനവും ഒക്കെ ചെയ്തിരിക്കുന്ന അവസ്ഥയാണല്ലോ നമ്മൾ. അത് ആ അനുഭവമുള്ള അവസ്ഥയിലാണല്ലോ. ആ അവസ്ഥ എന്നിട്ട് നമ്മുടെ ശക്തി, നമ്മൾ അനുഭവിക്കുന്ന ശക്തി, ചൈതന്യം, പ്രകാശം, ബോധം തുടങ്ങിയവരെല്ലാവർക്കും അർപ്പിക്കുക, ബ്ലസ് ചെയ്യുക, ഒരനുഗ്രഹം പോലെ ചെയ്യുക. ഒരു സ്നേഹപ്രസരണം ചെയ്യുക. സ്നേഹമൊക്കെ അനുഭവിക്കാൻ പറ്റും, യഥാർത്ഥ സ്നേഹം അറിയാൻ പറ്റും ഉള്ളിലേക്ക് പോകുമ്പോൾ. അൺകണ്ടീഷണൽ ലവൊക്കെ കണ്ടെത്താൻ കഴിയും ഉള്ളിലേക്ക് പോകുമ്പോൾ. അത് അവരിലേക്ക് അർപ്പിക്കുക. അവർ ജീവിച്ചിരുന്നപ്പോൾ നമുക്ക് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ നന്ദിപൂർവ്വം ഓർക്കുക. ഞങ്ങളിന്നും ഓർക്കുന്നു, ഒരിക്കലും കൈവിടാതെ ഞങ്ങളെന്നും കൂട്ടത്തിലുണ്ട് എന്ന രീതിയിൽ ചെയ്ത നല്ല കാര്യങ്ങൾ ഓർമ്മിക്കുക, നന്ദിയോടുകൂടി നന്ദി പറയുക, സ്നേഹം കൂടി അയയ്ക്കുക, പിന്നെ ബ്ലെസ്സിങ് കൂടെ ചെയ്യുക. നമ്മൾ ശരിക്കും ഈശ്വരനുമായി തന്മയീഭവിക്കുന്ന അവസ്ഥയാണെങ്കിൽ നമ്മുടെ ബ്ലെസ്സിങ് ഈശ്വരൻ്റെ കൂടി ബ്ലെസ്സിങ് ആയിട്ട് മാറും. ബ്ലെസ്സിങ് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ, അനുഗ്രഹം ചൊരിയുക. രാവിലെ വൈകുന്നേരവും എപ്പോഴൊക്കെ അനുഗ്രഹ സാധനയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അനുഗ്രഹിക്കാനുള്ള ശക്തി നമുക്കുണ്ടാകും. അത്ര പോസിറ്റീവ് വൈബ്രേഷൻസ് നമുക്കുണ്ടാകും. ചിന്ത കൊണ്ട്, വാക്കുകൊണ്ട്, നോട്ടം കൊണ്ട്, ഭാവം കൊണ്ട്, സ്പർശം കൊണ്ടൊക്കെ ഉണ്ടാവും. അനുഗ്രഹം സിദ്ധി ഉണ്ടാവും. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് അവരെ ശരിക്കും നല്ലവണ്ണം അനുഗ്രഹിക്കുക. പ്രാർത്ഥിക്കേണ്ടത് അവരുടെ എന്തെങ്കിലും തെറ്റുകളോ പാപങ്ങളോ എന്തെങ്കിലും ഋണങ്ങൾ അവരുടെ ബാക്കിയുണ്ടെങ്കിൽ, കാരണം പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്താലേ സദ്ഗതി ഉണ്ടാവും. ആ പഞ്ചമഹായജ്ഞങ്ങളിൽ എന്തെങ്കിലും ലോപമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യാം എന്ന ഒരു ഇതെടുത്തിട്ട് അവർ ചെയ്യേണ്ട കാര്യം കൊണ്ട് നമ്മൾ ചെയ്യാം. ഇത് കരുതി, നമ്മുടെ ഈ പ്രവർത്തനത്തെ കരുതി അവർക്ക് ഋണമോചനവും പാപമോചനവും ഉണ്ടാക്കണമേ, അവർക്ക് സദ്ഗതി ഉണ്ടാക്കണമേ എന്നുള്ള പ്രാർത്ഥന ഒരിക്കൽ കൂടി ചെയ്ത് അവസാനിപ്പിക്കാം. പിന്നെ നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാമ്യ പ്രാർത്ഥനകളൊക്കെ ചെയ്യാം. പിന്നെ വിശ്വശാന്തി പ്രാർത്ഥന, ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന പ്രാർത്ഥന, അവസാനം സമർപ്പണം. നമ്മൾ ചെയ്തതെല്ലാം ഈശ്വരനും ഗുരുപരമ്പരകൾക്കുമായിട്ട് സമർപ്പിക്കുക. ഇത്രയും കാര്യങ്ങൾ ശരിയായി ചെയ്താൽ ഇത് വിശേഷപ്പെട്ട യോഗ സാധനയായിട്ട് മാറും. ഇതിൻ്റെ അത്രയും ശക്തി വേറൊന്നിനും വരില്ല. കാരണം എള്ളെട് പൂവിട് എന്നൊക്കെ പറഞ്ഞിട്ട് അർത്ഥമില്ലാതെ ചെയ്യുന്ന രീതിയിലാണ് പല ചടങ്ങുകൾ. എന്നിട്ട് ധാരാളം പൈസയും ഇവർ തട്ടിയെടുക്കും ചില പുരോഹിതന്മാർ. പക്ഷെ ഇത് നമ്മൾ തന്നെ ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. നമ്മുടെ സ്നേഹം അവർക്കവിടെ എത്തുന്നു. നമ്മൾ ഓർക്കാനാണ് അവരിഷ്ടപ്പെടുന്നത്. നമ്മൾ തന്നെയാണ് ചെയ്യുക. അപ്പം അങ്ങനെ എല്ലാവർക്കും ചെയ്യാവുന്ന, ഒരു ചെലവുമില്ലാത്ത, എന്നാൽ അത്ഭുതകരമായ ഫലസിദ്ധിയുള്ള ഒരു പ്രാക്ടീസാണ് ഈ ശ്രാദ്ധം എന്ന് പറയുന്നത്. ഇത് നാളത്തേക്ക് വേണ്ടി മാത്രമല്ല, എല്ലാ ദിവസവും വിശേഷ ശ്രാദ്ധം വർഷത്തൊരിക്കൽ ചെയ്താൽ മതി. പക്ഷേ എല്ലാ ദിവസവും സാധന ചെയ്ത് കഴിഞ്ഞ് ഇവർക്ക് വേണ്ടി ബ്ലെസ്സിങ് അർപ്പിക്കാൻ 1-2 മിനിറ്റ് മതി. ഒരു മാല മന്ത്രം ജപിച്ച് എല്ലാവരും ബ്ലെസ് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ആനന്ദാനുഭവം എല്ലായിടത്തും അവരിലേക്ക് എത്തിക്കാം. അവരുടെ മുഖം മനസ്സ് വിചാരിച്ച്, അവരുടെ രൂപം മനസ്സ് വിചാരിച്ചുകൊണ്ട് അവരിലേക്ക് എല്ലാം എത്തിക്കാം. ഈ രൂപത്തിലല്ല അവരെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ രൂപമൊക്കെ അവർ ഉപേക്ഷിച്ച് പോയിരിക്കാം. പക്ഷെ നമുക്ക് അവരുമായിട്ട് ഓർക്കാൻ, ബന്ധം കണക്ട് ചെയ്യാൻ ഒരേ ഒരു മാർഗ്ഗം അത് മാത്രമേ ഉള്ളൂ. അത് അവർക്ക് കിട്ടും. ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ സമയക്കുറവുകൊണ്ട് എനിക്ക് പറയാൻ കഴിയുന്നില്ല. ഏതായാലും സനാതനധർമ്മം പറയുന്നത്, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഈ ശരീരം വിട്ടുപോയെന്നേ ഉള്ളൂ. ഈ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന പ്രാണശക്തി ഉള്ളിലേക്ക് പിൻവലിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. സൂക്ഷ്മ കാരണഭാവത്തോടുകൂടി, സൂക്ഷ്മ
കാരണശരീരത്തോടുകൂടി അവർ അവരുടേതായ അനുഭവ മണ്ഡലങ്ങൾ, അതിനാണ് ലോകം എന്ന് വിളിക്കുന്നത്, അനുഭവ മണ്ഡലങ്ങൾ ഉണ്ടാവും. അവർ കുറച്ചുകൂടി നമ്മുടെ സ്നേഹവും സാധനയൊക്കെ സ്വീകരിക്കാനുള്ള സംവേദന ശക്തി കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാതിരിക്കുന്നതോ, അവർക്ക് നമ്മളെക്കാൾ, നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ഒരാൾക്ക് ഒരു ടെലിപ്പതി വഴിയോ വല്ലതും സന്ദേശം അയക്കാൻ പോയാൽ അയാൾ ചിലപ്പോൾ ഏതെങ്കിലും കാര്യങ്ങളിൽ മുഴുകിയിരുന്നാൽ ചിലപ്പോൾ അത് അറിയണമെന്നില്ല. ഇത് കുറേ കൂടി സംവേദന ശക്തിയുള്ള മണ്ഡലത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും നോർത്ത് ബ്ലസ് ചെയ്യുന്നതിന് എന്താണ് തടസ്സം? വർഷത്തിലൊരിക്കലെങ്കിലും ചെയ്യുന്നത് നമ്മുടെ 365ഓളം ദിവസമാണ് അവരുടെ ഒരു ദിവസം എന്നൊരു കണക്ക് വെച്ചിട്ടാണ്. വർഷത്തിലൊരിക്കലെങ്കിലും വിശേഷ ശ്രാദ്ധം ചെയ്യുക, എല്ലാ ദിവസവും അവർക്ക് വേണ്ടി ബ്ലസ് ചെയ്യുക. അധിക സമയം 1-2 മിനിറ്റ് മതി എല്ലാ ദിവസവും ചെയ്യുമ്പോൾ. നിത്യമായിട്ട് ചെയ്യുക. ആണ് മരണത്തിൻ്റെ ഗുണങ്ങൾ ആലോചിച്ച് നോക്കി. നമുക്ക് ആരെല്ലാം നമ്മളെ സഹായിച്ചിട്ടുണ്ടോ അവരോടൊക്കെ ഉള്ളൊരു നന്ദി, അവരുടെ കടമ നിർവഹിക്കൽ, മറക്കാതിരിക്കൽ, കർത്തവ്യ നിർവഹണം, നമ്മൾ മരിക്കുന്നത് വരെ തുടരൽ. ആലോചിച്ച് നോക്കൂ, ഇത്ര വിശിഷ്ടമായ ഒരു സംസ്കാരമാണെന്ന് ആലോചിച്ചു. ഇനി അവർക്ക് എത്തുന്നില്ല എന്നിരിക്കട്ടെ, എത്തുന്നില്ലെങ്കിൽ തന്നെ എന്താണ് നമ്മൾ അവർ ഓർക്കും. നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ അനാവശ്യമായിട്ട് നമ്മൾ ചെയ്യുന്നു. നമ്മളെ തന്നെ നമുക്ക് സംതൃപ്തി ഉണ്ടാവാനും നമ്മളൊരു നല്ല കാര്യം ചെയ്തെന്ന് തോന്നുവാനും വേണ്ടി ഉള്ള കാര്യം എന്ന രീതിയിൽ ഇതിനെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല ഈ ആചാരം. എന്തെല്ലാം അർത്ഥമില്ലാത്ത ചടങ്ങുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മളെല്ലാവരും. എന്തെല്ലാം കാര്യങ്ങൾ നമ്മളെ തന്നെ നമ്മുടെ കടമ ചെയ്തു എന്ന് തോന്നുന്ന ഒരു ബോധം ഇങ്ങനെ ഉണ്ടാക്കാൻ കഴിയില്ലേ? ഞാൻ യുക്തിവാദികളുടെ വീക്ഷണത്തിൽ നിന്നാണ് ഞാനീ പറയുന്നത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ആധുനിക ശാസ്ത്രത്തിലെ ചില ഗവേഷകന്മാർ മരിച്ചു കഴിഞ്ഞിട്ടുള്ള പ്രേത്യഭാവം പോലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ബ്രിയാൻ വെയ്സിൻ്റെ കണ്ടുപിടുത്തങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മൾ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അടുത്ത ദിവസങ്ങളിലായിട്ട് ഇതെല്ലാം പറയാം. ആധുനിക ശാസ്ത്രം ഇതൊന്നും ഇല്ലെന്നല്ല പറയുന്നത്. വിർജീനിയ സർവകലാശാലയിൽ ഇതിനെപ്പറ്റി, പുനർജന്മത്തെപ്പറ്റി പഠനങ്ങൾ പോലും നടക്കുന്നുണ്ട്. ഡിവിഷൻ ഓഫ് പെർസെപ്ച്വൽ സ്റ്റഡീസ് എന്ന ഒരു തലത്തിലാണ് യൂണിവേഴ്സിറ്റി ഓഫ് വിർജിന, അമേരിക്ക, ഇതിനെക്കുറിച്ച് ഗൗരവമായി പഠിക്കുന്നത്. അത് ഡോക്ടർ ഇയാൻ സ്റ്റീവൻസിൻ്റെ ഗവേഷണങ്ങളുണ്ട്, ബ്രിയാൻ വെയ്സിൻ്റെ ഗവേഷണങ്ങളുണ്ട്, പല മാധ്യമ റിപ്പോർട്ടുകൾ, പല പുനർജന്മ ആയിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾ, ഇതെല്ലാം സാക്ഷ്യപ്പെടുത്തിയ കുറേയേറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ ഇവിടെ ചില ആൾക്കാർ ഇതൊന്നും പണ്ടത്തെ ഋഷിമാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം തെറ്റായിരിക്കും എന്നൊക്കെ പറഞ്ഞുള്ളൊരു മിഥ്യാധാരണയിൽ, ബയാസിൽ കഴിയുകയാണ്. നമുക്ക് എവിടുന്ന് സ്വീകരിക്കാൻ നല്ലത്, എവിടുന്ന് സ്വീകരിക്കാൻ നമുക്ക് മടിയില്ല. ഒരു നിരീശ്വരവാദി നല്ലത് പറഞ്ഞപ്പോൾ നമ്മൾ സ്വീകരിക്കും. പക്ഷെ ഇവർക്ക് ചില തെറ്റിദ്ധാരണകളാണുള്ളത്. ഋഷികൾ പറഞ്ഞില്ലേ, അവർക്കൊന്നും വിവരമില്ലാത്തവരല്ലേ, അവർ പറഞ്ഞെല്ലാം തെറ്റാകും എന്നൊക്കെയുള്ള മിഥ്യാധാരണയിൽ നിന്ന് ഈ ആധുനിക ഗവേഷണങ്ങൾക്ക് എന്താണെന്ന് പോലും അറിയാതെ ഇരിക്കുകയാണ്. ഇതിലാരെങ്കിലും അങ്ങനെ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടർ ഇയാൻ സ്റ്റീവൻസിനെക്കുറിച്ചും അദ്ദേഹം നടത്തിയ പരീക്ഷണങ്ങളെക്കുറിച്ചും അതുപോലെ ബ്രിയാൻ വെയ്സിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ജെമിനിയിലോ, ഇപ്പോൾ ഇനി ഗൂഗിൾ സെർച്ച് ചെയ്യണ്ടല്ലോ, ജെമിനിയിൽ ChatGPT, ക്ലൗഡ്, ഗ്രോക്ക്, അതുപോലെ ഡീപ് സീക്ക്, പെർപ്ലക്സിറ്റി തുടങ്ങിയ കാര്യങ്ങളിലെങ്കിലും നിങ്ങളൊന്ന് അടിച്ചു നോക്കണം. ധാരാളം കാര്യങ്ങളുണ്ട്. മരിച്ചതിന് ശേഷം പല മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന പല ഗുരുക്കന്മാർ ഇവരെ ബ്ലസ് ചെയ്യുന്നതായിട്ട് പോലും ബ്രിയാൻ വെയ്സിൻ്റെ പരീക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഉയർന്ന ആത്മാക്കൾ, നമ്മൾ പറഞ്ഞില്ലേ, സൂക്ഷ്മ ലോകത്തും കാരണ ലോകത്തുമുള്ള ഉയർന്ന ആത്മാക്കൾ ഇവരെ ബ്ലസ് ചെയ്ത് നയിക്കുമെന്ന് പറഞ്ഞില്ലേ. അതൊക്കെ വ്യക്തമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാം അനുഭവങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ധാരാളം പുനർജന്മവുമായിട്ട് ബന്ധപ്പെട്ട പല സംഭവങ്ങളുണ്ട്. പുനർജന്മം എന്ന് പറയുമ്പോൾ പലരും കരുതുന്നത് പോലെ ജനിച്ച് ഭൂമിയിലേക്ക് വരൽ മാത്രമല്ല, ഉയർന്ന ലോകത്ത് ജനിക്കുന്നതും പുനർജന്മമാണ്. സൂക്ഷ്മ ലോകങ്ങളിൽ ജനിക്കുന്നത്, കാരണലോകങ്ങളിൽ ജനിക്കുന്നതും പുനർജന്മമാണ്. ഇനി സ്ഥൂല ലോകത്തിൽ ഭൂമി മാത്രമല്ല, ഭൂമിയെപ്പോലെ ജീവൻ്റെ സാധ്യതയുള്ള കോടാനുകോടി ഗ്രഹങ്ങളുണ്ടെന്ന് ശാസ്ത്രം അംഗീകരിക്കുന്നുണ്ട്. ഭൂമിയുടേതുപോലുള്ള സാഹചര്യങ്ങൾ അവിടെയുണ്ട്, അങ്ങോട്ടും വരാം. അപ്പോൾ ഒരിടത്ത് ജനിക്കുന്നതിന് മുമ്പ് സ്ഥൂല ലോകത്തിലോ
സ്ഥൂല ലോകങ്ങളിലോ സൂക്ഷ്മ ലോകങ്ങളിലോ കാരണ ലോകങ്ങളിലോ ജനിക്കുന്നതിന് മുമ്പ് ഉള്ളൊരവസ്ഥയാണ് പ്രേത്യാവസ്ഥ. ഈ അവസ്ഥയിലുള്ളവർക്ക് നമ്മുടെ ഈ കാര്യം സേവനം എന്ന് പറയാം, മരിച്ചു കഴിഞ്ഞിട്ടുമുള്ള സേവനം വളരെയേറെ ആവശ്യമാണ്. അത് കൊടുക്കാതിരിക്കരുത്. ഇനി അവർ ജനിച്ചു പോയെന്നിരിക്കട്ടെ, ജനിച്ചെങ്കിൽ പോലും നമ്മുടേത് അതൊരിക്കലും അവർക്ക് തന്നെ ലഭിക്കും. ജനിച്ചു കഴിഞ്ഞാലും ഈ സൂക്ഷ്മകാരണ ശരീരങ്ങൾ ഉണ്ടാകുമല്ലോ, ഏത് ലോകത്താണെങ്കിലും ഭൂമിയിലാണെങ്കിലും അവിടെ അവർക്ക് ഈ ബ്ലെസ്സിങ് ലഭിക്കും. ഇനി അവർ ഉയർന്ന ലോകത്തേക്കാണ് അവർ തപശക്തി കൊണ്ടും പുണ്യം കൊണ്ടും ഉയർന്ന ലോകത്തേക്കാണ് അവർ അവിടെയാണ് ജനിച്ചതെങ്കിൽ, അല്ലെങ്കിൽ അവിടെയാണ് അവർ പ്രത്യക്ഷപ്പെട്ടതെങ്കിൽ അവിടെ നിന്ന് അനുഗ്രഹ തരംഗങ്ങൾ ഉണ്ടാവും നമുക്ക്. അപ്പം എന്ത് രീതി ചിന്തിച്ചാലും ഇത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഒരു കാര്യം ഓർക്കുക, നമ്മുടെ ഏറ്റവും ഒരു മകനോ മകളോ പ്രിയപ്പെട്ടവരോ അച്ഛനോ അമ്മയോ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ അവരുടെ കാര്യത്തിന് വേണ്ടിയെല്ലാം നമ്മൾ പൈസ അയക്കുന്നു, സംരക്ഷണത്തിന് ഏർപ്പാട് ചെയ്യുന്നു. അവരെ കാണാൻ മറയത്തുനിന്ന് പോയാൽ നമ്മൾ നിർത്തിയോ? അവർക്ക് ചെയ്യുന്ന സേവനങ്ങൾ, അവരോടുള്ള കരുതൽ നിർത്തിയോ? അവർ നമ്മൾ ഓർക്കുക പോലും ചെയ്യാതിരുന്നാലോ? അവരെങ്ങനെ അറിയുന്ന അവസ്ഥയിൽ എത്ര ഇതാണെന്ന് ആലോചിക്കുക. അപ്പോൾ നമ്മുടെ ഈ ശ്രാദ്ധവിധി കൊണ്ട് ഈ ലോകത്തിന് മുഴുവൻ നന്മ ചെയ്യാൻ മാത്രമല്ല, ഈ ലോകത്തുള്ള എല്ലാ ലോകങ്ങളിലും സൂക്ഷ്മ കാരണ ലോകങ്ങൾ, പ്രേത്യഭാവം പോലെ സസ്പെൻഡഡ് ആനിമേഷൻ സ്റ്റേജ്, ഇങ്ങനെയുള്ളവർക്കെല്ലാം നന്മ എത്തിക്കുന്നൊരു വിശേഷ പദ്ധതിയാണ്. പലരും ഓരോ പ്രശ്നങ്ങളെ കാണുമ്പോൾ പ്രശ്നമൊക്കെ വയ്ക്കി നോക്കുമ്പോൾ പിതൃകോപം പിതൃശാപം എന്നൊക്കെ പറഞ്ഞ് കാണും. പിതൃക്കളൊന്നും ശപിച്ചിട്ടോ കോപിച്ചിട്ടോ അല്ല, നമ്മളവരെ അവഗണിക്കുകയാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി കൊട്ടേഷൻ പണി ഏൽപ്പിക്കുകയാണ്. നമുക്ക് തന്നെ ചെയ്യാവുന്ന, ഉറപ്പായിട്ട് അവർക്ക് തന്നെ ലഭിക്കുന്ന, ഒട്ടും പണച്ചെലവില്ലാത്ത 1-2 മിനിറ്റുകൾ മാത്രം ഒരു ദിവസം വേണ്ടി വരുന്ന ഈ പ്രക്രിയ ചെയ്യാതിരിക്കുന്നതിന് എന്ത് ന്യായമാണ് പറയാൻ കഴിയുക? അതുകൊണ്ട് എല്ലാവരും യോഗവിധി പ്രകാരമുള്ള ഈ ശ്രാദ്ധം ഇന്ന് മുതൽ ചെയ്യാൻ തുടങ്ങണം. നാളെ വൈദിക താന്ത്രിക വിധി പ്രകാരമുള്ള ശ്രാദ്ധം ഇവിടെ അഷ്ടവിദ്യാ സമാജം സംഘടിപ്പിക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കാൻ ശ്രമിക്കണം. ഇനി സാധനയെക്കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ അഷ്ടവിദ്യാ സമാജത്തിൻ്റെ ഈ സത്സംഗ പദ്ധതിയിൽ പങ്കെടുത്താൽ തന്നെ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് പഠിപ്പിക്കാം. അല്ലെങ്കിൽ ഇവിടെ നേരിട്ട് വരിക, ക്യാമ്പിൽ പങ്കെടുക്കുക, ഇതെല്ലാം സൗജന്യമായിട്ട് നടത്തുന്ന ഒന്നാണ്. അതുകൊണ്ട് ആ സാധ്യത ഉപയോഗപ്പെടുത്തുക എന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ഇവിടെ കൂടിയിരിക്കുന്നവരും ഓൺലൈനിൽ പങ്കെടുത്തവരും ആയിട്ടുള്ള എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. അവരുടെ എല്ലാ പിതൃക്കൾക്കും, ഇപ്പോൾ പങ്കെടുത്തിരിക്കുന്നവരുടെ എണ്ണം 100-ലേറെ ഉണ്ടെന്തായാലും, അവർക്ക് അവരുടെ എല്ലാ പിതൃക്കൾക്കും നന്മ ലഭിക്കുക എന്ന് പറയുമ്പോൾ ഒരാളുടെ പിതൃ എത്ര വരുമെന്നറിയാമോ? കാരണം നൂറ്റാണ്ടുകളുടെ സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യത്തിന് അവകാശികളാണ് നമ്മൾ. അപ്പോൾ നമ്മൾ അറിവുള്ളവരും നമ്മൾ അറിഞ്ഞവരും ജ്ഞാതവും അജ്ഞാതവുമായ എല്ലാ പിതൃക്കൾക്കും നന്മകൾ കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു സാധനയാണ് പഠിപ്പിച്ചു തരുന്നത്. കോടാനുകോടി പിതൃക്കൾക്ക് ശാന്തിയും സമാധാനവും സദ്ഗതിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.